നമസ്കാരം. നമസ്കാരം. 183 ദിവസമായിട്ട് നിങ്ങളിരിക്കുകയാണ്. കുടുംബത്തിലെ കാര്യങ്ങൾ ഇത്രയും ആൾക്കാർ 610 കുടുംബങ്ങൾ ഇവരുടെ വിദ്യ ചെലവെല്ലാം ഇപ്പം മുടങ്ങിയില്ല. അവർക്കൊന്നും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല, തൊഴിലിന് പോകാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ? ആദ്യമൊക്കെ ചേട്ടന്മാരൊക്കെ അവരുടെ തൊഴിലൊക്കെ കളഞ്ഞ് ഇവിടെ നിൽക്കുമായിരുന്നു. കാരണം ഇത്രയും നാളും നമ്മൾ സമരം നീണ്ടുപോകുന്നുള്ളത്, നമ്മൾ ആ സമയത്ത് ഇത്രയും നീണ്ടുപോകുന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ടായില്ല. പിന്നെ മനസ്സിലായത് സമരം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല, സമരം നീണ്ടുപോവുകയാണെന്ന് മനസ്സിലായപ്പോൾ ചേട്ടന്മാരൊക്കെ മിക്കവരും പണിക്ക് പോവുകയും വീട്ടിലെ സ്ത്രീകൾ പണികളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെക്കേഷൻ ടൈമാണ്, നമ്മുടെ മക്കളുടെ കൂടെ നമ്മളിരിക്കേണ്ട സമയമാണ്. അതിക്ക് മുമ്പ് കുട്ടികൾക്കൊക്കെ എക്സാമായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് പോലും അവരുടെ കൂടെ ഇരിക്കാൻ സാധിക്കാതെ സമരപ്പന്തലിൽ വന്നിരിക്കേണ്ട ഒരു ഗതികേടായിരുന്നു മുനമ്പം ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. ചില കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ സമരപ്പന്തലിലോട്ട് വരും. അമ്മമാർ ഇവിടെയാണല്ലോ, അങ്ങനെ പിള്ളേർ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ ചേട്ടന്മാരൊക്കെ പണിക്ക് പോകുന്നുണ്ട്, പക്ഷേ ചേച്ചിമാരാണ് പകരം വന്നിവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുന്ന നിങ്ങൾ ഇത്രയും നാളത്തെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ ടൈമിലൊക്കെ നിങ്ങൾ ഇവരോട് ഇത് വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിരുന്നോ? ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്താണ് നമ്മുടെ ഈ പ്രശ്നം കൂടുതൽ നമ്മൾ രൂക്ഷമായിട്ട് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലായത്. അന്ന് ആ സമയത്ത് ഇവിടെ മത്സരിക്കുന്ന, അതായത് പാർലമെൻറ്റിലോട്ട് മത്സരിക്കുന്ന നമ്മുടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥിയിലൂടെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ വിഷയം അവതരിപ്പിച്ചിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന ശ്രീ ഹൈബീഡൻ പറഞ്ഞത്, ഈ വിഷയം നിങ്ങൾക്ക് പരിഹരിക്കണമെങ്കിൽ പാർലമെൻറ്റിലാണിത് പരിഹരിക്കപ്പെടുക. ഞാൻ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായാൽ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇലക്ഷൻ്റെ സമയത്ത് പ്രചരണത്തിന് വന്നവരൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇലക്ഷൻ ജയിച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് ഒരു കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇത് പാർലമെൻറ്റിലൊന്നും കേന്ദ്രത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇലക്ഷന് വേണ്ടി വരുന്നുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചോദിക്കാൻ വരും, പിന്നെ ഒരു ടാറ്റ പറയാൻ വരലുണ്ട്. ആ ടാറ്റ എന്നേക്കുമായിട്ടുള്ള ടാറ്റയായിരിക്കും, പിന്നെ ആരും ഇങ്ങോട്ട് കടന്നു നോക്കാറില്ല. അപ്പോൾ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ സത്യത്തിൽ മുനമ്പം ജനത ആ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടു. ശരിയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ആരിലെങ്കിലും ഈ മൂന്നുണ്ടല്ലോ, BJP ഉണ്ട്, അല്ലെങ്കിൽ LDF ഉണ്ട്, UDF ഉണ്ട്, ഇവരിൽ ആരിലെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ പ്രതീക്ഷയുടെ കണിക ആരിലാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഞാനിവിടെ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്ന ഇപ്പോൾ 183 ദിവസമായിട്ട് ഞാൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നവരാണ്. ഇതൊരു കോൺഗ്രസിൻ്റെ വാർഡാണ്, മാറി മാറി ഭരിക്കുന്നൊരു വാർഡാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഇവിടെ ഒരു BJPയുടെ ഒരു സാന്നിധ്യമൊന്നും ഉണ്ടായിട്ടുമില്ല. BJP എന്ന് പറയുന്നത് എന്തോ ഒരു വർഗീയ സംഘടനയാണെന്ന് പണ്ട് മുതലേ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ് BJPയോട് നമ്മൾക്കൊരു അകൽച്ചയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ കൂടെ ആദ്യം തുടങ്ങി അവസാനം വരെ അവർ നിന്നതുകൊണ്ടാവാം ഇപ്പോൾ ഞാനില്ല. ഇത് പാർലമെന്റിലെത്തിയത് BJP വഴി തന്നെയാണ്. അത് നമുക്കൊരു സംശയവും പറയാനില്ല. പാർലമെന്റിൽ മുനമ്പം എന്ന വാക്ക് ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ നിന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ജിജി ജോസഫ്, സംസ്ഥാന നേതാക്കൾ ഒക്കെ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് പാർലമെന്റിലെത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെയാവാം, ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാവാം നമ്മുടെ ആളുകൾ കുറേ പേര് BJPയിലോട്ട് പോയിട്ടുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനായിട്ട് ഓരോരുത്തർക്കും അധികാരമുണ്ട്. അവർക്കുള്ള അധികാരമല്ല നമ്മുടെ ഒരു വിരൽത്തുമ്പിലാണ് അധികാരമുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ രാഷ്ട്രീയം, നമ്മൾ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലായപ്പോൾ മുനമ്പത്തെ ഇപ്പോൾ ഏകദേശം ഏറിയ ഭാഗം ജനങ്ങൾ ആ ഒരു ചായ്വിലോട്ട്, BJPയോട്ടുള്ളൊരു ചായ്വിലോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ BJPയുടെ ഭാഗത്ത് ഇതിനകത്ത് മുൻകാല പ്രാബല്യം ഇല്ലാതെയാണ് ഈ ബില്ല് പാസ്സാക്കിയത് എന്ന് പറയുന്നുണ്ട്. അതൊരു ചതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലും തോന്നുന്നില്ല. ഞങ്ങൾ നേരത്തെ തുടങ്ങി നമുക്കറിയാം, ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തിന് വേണ്ടി പാസ്സായ ബില്ലല്ല. മുനമ്പം സമരം തുടങ്ങുന്നതിന് മുമ്പ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ആ വഖഫ് നിയമ ഭേദഗതിയുടെ ആവശ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു സമരമായിരുന്നു മുനമ്പം സമരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. സെക്ഷൻ 2A യിൽ ഞങ്ങൾക്ക്
രക്ഷപ്പെടാനുള്ള പഴുതുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് മറ്റാരെന്തൊക്കെ പറഞ്ഞാലും ആ സെക്ഷൻ 2A ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കിരൺ റിജു വരുന്നുണ്ടല്ലോ, എന്നത്തേക്കാണ് ഇവിടെ എത്താന്ന് പറഞ്ഞത്? നമുക്ക് 15-ാം തീയതി എത്തുന്നുണ്ട്. 15-ാം തീയതി എത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു. കിരൺ റിജു ആണ് മുനമ്പത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചതും ഈ ബില്ല് അവതരിപ്പിച്ചതും. മുനമ്പത്തിൻ്റെ കൂടുതൽ അവസ്ഥകൾ കിരൺ റിജുവിന് എന്തായാലും അറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ അദ്ദേഹം പറയും. അദ്ദേഹം ഞങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. എത്ര വർഷമായിട്ട് ചേച്ചി ഇവിടെ ഉണ്ട്? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെ. എനിക്കിപ്പോൾ 41 വയസ്സായി. അവരുടെ അച്ഛൻ അപ്പൂപ്പൻ അങ്ങനെ നോക്കുമ്പോൾ എത്ര വർഷമായി കാണും നിങ്ങളുടെ ഈ ഭൂമിയിൽ, ഈ മുനമ്പം ഭൂമിയിൽ ഉണ്ടായിട്ട്? ഞാനിപ്പോൾ 4ാമത്തെ തലമുറയാണ്. 4 തലമുറയ്ക്ക് മുമ്പ് മുതൽ ഇവിടെയുണ്ട്, ഇവിടുത്തെ ആളാണ്. അതെ അതെ അതെ. ഇപ്പോൾ ഈ പിന്നെ ഇത് എഴുതി കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, പക്ഷേ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ ഈ കടൽ കുറേ കൂടെ പിന്നെ ഈ കര കുറേ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കടൽ എടുത്തു പോയി. അതെ, ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കടൽ ഒരുപാട് ദൂരെയാണ്. ഇപ്പൊ കടൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണാണ്. അപ്പോൾ ഈ ശരിയായിട്ട് ഈ കടൽ ഭിത്തിയൊക്കെ കെട്ടി, ഈ കടൽ ഭിത്തി കെട്ടിയത് വഖഫ് ബോർഡിന്റെ പൈസയാണോ സർക്കാരിന്റെ പൈസയാണോ? കടൽ ഭിത്തിയെ കെട്ടിയതൊന്നും വഖഫ് ബോർഡിന്റെ പൈസ ഇല്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ശവപ്പറമ്പ് പോലെ ആയിരുന്നു. നമ്മുടെ വസൂരി മറ്റുള്ളതൊക്കെ വന്നാൽ അസുഖങ്ങളൊന്നും കുറേ ആളുകൾ മരിക്കുമായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. കാരണം ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സ്ഥലമായിരുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വികസനം വന്നു. ഇപ്പോൾ നിങ്ങൾ ആ കാണുന്ന കല്ല് തീരദേശ ഹൈവേയുടെ കല്ലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ വന്നു, വികസനം വന്നു, ചെറായി ബീച്ച് ലോക ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ആളുകൾ നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവിടുത്തെ വികസനം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ പിന്നെ ഗോശ്രീ പാലം വരുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പാലം ഉണ്ടായിരുന്നതിന് മുമ്പ് വരെ ഇത് ആർക്കും വേണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് വളർന്നു ഇതിനകത്ത് വരുന്ന കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. രാത്രിയിലൊന്നും ബോട്ട് പിടിച്ച് പോകണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ നേരിട്ടാണ് നിങ്ങൾ ഈ തലമുറ വരെ, ഈ 4 തലമുറ ഇവിടെ കഴിഞ്ഞു കൂടിയത്. ഇപ്പം നിങ്ങളോട് പറയുകയാണ് ഈ ഭൂമി വിട്ടു പോകണം. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് ഞങ്ങൾക്കാണോ? എൻ്റെ ഭൂമി ഇതിനകത്തില്ല. എൻ്റെ ഭൂമിയില്ല. എൻ്റെ സമരം, ഇവരെല്ലാവരും ഇവരുടെ കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ എൻ്റെ സമരം ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി മുട്ടുകുത്തുന്ന എൻ്റെ ആൾക്കാരേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അപ്പനുറങ്ങുന്ന മണ്ണുണ്ട് അപ്പുറം. അപ്പോൾ എൻ്റെ സമരം അതാണ്. ഞാൻ ഈ സമരത്തിലോട്ട് വരാൻ തന്നെ കാരണം വഖഫ് ആക്ടിൻ്റെ ദൂഷ്യവശം എന്താണെന്ന് പഠിച്ചത് കൊണ്ടാണ്. ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തിലോട്ട് വരാനായിട്ട് കാരണം. ഇപ്പോൾ ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ 2 വള്ളത്തിലും കാല് ചവിട്ടി യാത്ര ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം മുസ്ലിംസിനെയും പിന്നെ അവർക്ക് വേണം, ക്രിസ്ത്യൻസിനെയും വേണം, മുനമ്പങ്കാരെയും വേണം, എല്ലാവരെയും കൂടെ വേണം. ഈ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സ്ഥിരമായിട്ട് മനുഷ്യനെന്ന രീതിയിൽ ഒരാരെങ്കിലും ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഇവിടെ കണ്ടെത്തിയോ കേരളത്തിൽ? അങ്ങനെ ഞങ്ങൾ ആരെയും കണ്ടെത്തിയില്ല. കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തിയ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളൊരു വോട്ട് ബാങ്ക് അല്ല. അപ്പോൾ വോട്ടാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ മാറ്റി നിർത്തി. ഞങ്ങൾ കണ്ടത് കേരള നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായ പ്രമേയം പാസ്സാക്കിയപ്പോൾ ഒന്നുമില്ലാതെ 2 ടീമും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളുടെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മളൊന്നും വോട്ട് ബാങ്ക് അല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. അല്ല, ഒരു നിയമത്തിന്റെ പേരിൽ വന്ന പ്രശ്നമാണ്. ഞങ്ങളുടെ മതത്തിനെ എങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ മറ്റു മതസ്ഥരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെ കാണുന്നു. ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയ സഹോദരങ്ങളുണ്ട്. ഞങ്ങളെപ്പോലെ ഭൂമി നഷ്ടപ്പെട്ട ഒത്തിരി പേര് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയക്കാർ പറയുന്നത് 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് വരുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആ നിയമത്തിനെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. അതെ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികൾ 2 വള്ളത്തിൽ കാലി ഔട്ടുന്നു എന്നുള്ള സത്യമല്ലേ? അവർക്ക് വോട്ട് ബാങ്ക് ആണല്ലോ ലക്ഷ്യം. അപ്പോൾ അവർക്ക് ഞങ്ങളെയും കളയാൻ പാടില്ല, അവരെയും കളയാൻ പാടില്ല. അപ്പോൾ അവർ 2 വള്ളത്തിൽ കാലി. അതെ, ഇത്രയും നീണ്ടുപോയതും ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. 6 മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര നല്ല ദിവസങ്ങളാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ 6 മാസം ഇവർ ശരിക്കും നമ്മളിട്ട് വലക്കുന്നത് അവരുടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിപ്പം ഈ സമരത്തിൽ ഇതിൻകൂടി വിജയം കണ്ടെത്താതെ നിങ്ങൾ എഴുന്ന് പുറത്തു പോകണം എന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല ഞങ്ങളുടെ ജീവിതത്തിൽ. കാരണം
പുറത്ത് പോവില്ലല്ലോ. കാരണം ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ കരടച്ച ഒരു സാധനം. ഇപ്പോൾ കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നമ്മൾ സ്ഥലം വാങ്ങിച്ച് 3 മാസത്തിനുള്ള ഒരു ബക്കപ്പ് രജിസ്ട്രി കയറ്റണമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രജിസ്ട്രി കയറ്റിയേക്കണം. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുക എന്നുള്ളൊരു വിഷയം ഞങ്ങളുടെ ലിസ്റ്റിലില്ല. അല്ല, ഇപ്പം നിങ്ങൾക്ക് സമാധാനപരമായിട്ടല്ലേ നിങ്ങളുടെ ഇടതുപക്ഷം അല്ലേ ഇപ്പം ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഭയം? നമുക്ക് ആ ഉറപ്പല്ലല്ലോ വേണ്ടത്. കാരണം നമുക്ക് വേണ്ടത് ഇപ്പോൾ സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ജന്മികളിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. 183 ദിവസം 6 മാസമായി ഒരു പ്രാദേശിക നേതാവ് പോലും, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് പോലും നമ്മുടെ സമരപ്പന്തലിലോട്ട് കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ളവർ ഇറക്കി വിടരുന്നുള്ള പറയാൻ എല്ലാവർക്കും സാധിക്കും, ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർ തന്നെ ആലോചിക്കണം, അവരുടെ ഗവൺമെൻറ് നമ്മളടച്ച ടാക്സ് അടക്കമുണ്ട്, എന്നിട്ട് നമ്മൾ ഇറക്കി വിടൂല. ഇത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ MLA പറഞ്ഞതാ, പോപ്പ് വന്ന് വിചാരിച്ചാലും ഈ സമരം വിജയിക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം എന്ന്. എന്നിട്ട് എന്തേ 6 മാസമായിട്ട് വിചാരിക്കാത്തത്? അപ്പം പിണറായി വിജയൻ വിചാരിച്ചാൽ ഇത് നടക്കുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ജനങ്ങൾ എത്രയും കഷ്ടപ്പെടുത്താൻ പറ്റുമോ അത്രയും കഷ്ടപ്പെടുത്തുക, അത് തന്നെയാണ് അവരുടെ പ്ലാൻ. എത്ര സാധാരണ അത് പിണറായി വിജയൻ സർക്കാരിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, പ്രളയം വന്ന സമയത്ത് ഇവിടെ നിന്ന് എത്ര ജനങ്ങളാണ് പോയി മറ്റുള്ളവരെ രക്ഷിക്കാൻ. അന്ന് പറഞ്ഞു കേരളത്തിൻ്റെ സൈന്യമെന്ന്. ഇവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിൻ്റെ സൈന്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനത ഇവിടെ കിടന്ന് 6 മാസമായിട്ട് ഇങ്ങനെ കിടന്ന് നരകിച്ചിട്ടും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത സർക്കാർ. ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്ര കാലം ഈ സമരപന്തലിൽ തുടരാൻ പറ്റും? ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അത് മാത്രമല്ല, ഞങ്ങളുടെ സമരമുറകളൊക്കെ ഞങ്ങൾ ഇനി ആരംഭിക്കും. ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സമരവും പുറത്തു പോയി ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ ഇരുന്നാണ് 183 ദിവസവും നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കടലിൽ ഇറങ്ങിയിട്ടുള്ള സമരങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു വജ്രായുധം എടുക്കും. ആ വജ്രായുധം അധികം വൈകാതെ തന്നെ ഞങ്ങൾ എടുക്കും. അത് എല്ലാവരെയും പ്രതിരോധത്തിലാക്കിയിട്ടുള്ളൊരു വജ്രായുധമായിരിക്കും. എന്തായാലും കിരൺ റിജു സാർ വന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വജ്രായുധം എന്തായാലും എടുക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ സമരപ്പന്തലിൽ തുടക്കം മുതൽ നമ്മളിപ്പോൾ എല്ലാ ചാനലിലും നമ്മൾ കണ്ടതാണ്. തുടക്കം മുതലുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. പറയുകയായിരുന്നു, ഇത്രയും നാളും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചുട്ടുപിടിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് നിന്നപ്പോൾ അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഈ കാര്യം സാധിച്ചു തരാമെന്ന് ഓരോ തെരഞ്ഞെടുപ്പിനും പറഞ്ഞിട്ട് പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഈ 2 വള്ളത്തിലും കാല് ചവിട്ടിക്കൊണ്ടുള്ള യാത്ര ഇവർക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരുടെ ഈ അവസ്ഥയിൽ ഇവരെ കൈപിടിച്ചുയർത്താൻ ആരാണോ അവരുടെ നേരെ വരുന്നത് അവർക്കായിരിക്കും ഇനിയുള്ള വോട്ട് എന്ന് തന്നെയല്ലേ പറഞ്ഞു വെച്ചത്? തീർച്ചയായും അന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞു വെച്ചത്. ഏതായാലും മറ്റേ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഈ കോൺഗ്രസിനായാലും LDF ആയാലും UDF ആയാലും അവരുടെ ചിന്താഗതികൾ ഇപ്പം നമുക്ക് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സമുദായത്തിൻ്റെ വോട്ട് നോക്കിയാണ് ഈ 2 പേരും പോകുന്നത്. ഏതായാലും 2 പേർക്കും കൂടെ അവർ വോട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമുദായങ്ങളെയും മതവും ഒക്കെ വിട്ടിട്ട് മനുഷ്യനായിട്ട് ഇവരെ കണ്ടിട്ട് ഒരു 4 സെൻറ്റും 3 സെൻറ്റും വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ 4 തലമുറയായിട്ട് ജീവിക്കുന്ന ഒരു ആളാണ്. 4 തലമുറയായിട്ട് ജനിച്ച് വീണ മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് നാളെ ഇറക്കി വിടാം എന്ന് പറഞ്ഞാൽ അത് പോവില്ല. അത് ഒരു ജനിച്ച മണ്ണിനെക്കാട്ടി വലുതായിട്ട് അവർക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്നും നടപ്പില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതൊരു വഖഫ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭൂമിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ചാരിറ്റി ആയിട്ട് ഈ സമരം വേണ്ട, നിങ്ങളിത് കൈവിട്ടിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ദൈവം തന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്ഥിതിയാണ് മുസ്ലിം സമുദായം കാണിക്കേണ്ടത്. കാരണം ഞങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് വന്നതല്ല. ഇവരുടെ നിലവിളി, ഇവരുടെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇത്രയും ദിവസം ഇവർക്ക് പണിക്ക് പോകാൻ കഴിയാതെ, യാതൊരു ജോലിയും ചെയ്യാൻ കഴിയാതെ, വീട്ടിലെ കുഞ്ഞുങ്ങൾ സ്കൂളടച്ച് കുഞ്ഞുങ്ങൾ വന്നിട്ട് അവരോടൊപ്പം പോലും 10 മിനിറ്റ് ഇരിക്കാൻ കഴിയാതെ രാവിലെ വന്നതാണ്. വൈകുന്നേരം വരെ സമരമാണ്. അവരിങ്ങനെ ഈ സമരപ്പന്തലിൽ ഇങ്ങനെ ഇരുന്ന് എത്ര നാളിരിക്കും? അതുകൊണ്ട് ഇതൊക്കെ വന്നു പോയല്ലോ. അന്നൊന്നും ഈ മനസ്ഥിതിയോടെ നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു. ഇത് ദാനം പോലെ
ഇവർക്ക് ഇത് കൊടുത്ത് നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാമായിരുന്നു. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ സമുദായം, മുസ്ലിം സമുദായം, ഇത് രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഈ പാർട്ടികൾക്ക് ഇട്ടുകൊടുക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരും. നിങ്ങൾ ആരെവിടെ വരരുതെന്ന് ആഗ്രഹിക്കുന്നു അവരൊക്കെ ഇവിടെ വരും. അതുകൊണ്ട് ഇതൊക്കെ ഈ സമയത്ത് നിങ്ങൾ പരിഹരിക്കേണ്ടതായിരുന്നു. ഇനിയും പാഴായിട്ടില്ല. ദൈവത്തിൻ്റെ ഭൂമിയാണ്. ഈ സമരം നിങ്ങൾ അവസാനിപ്പിച്ചോളൂ. ഞങ്ങൾക്ക് ഈ ഭൂമി നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഭരണം ഇന്ന് ഈ 1 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കുടുംബങ്ങളെ നിങ്ങൾ കഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ ഭൂമി നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.